ഇവിടെ ഇവിടെ വന്നിട്ട് ഈ ഓട്ടോറിക്ഷ ചതിക്കില്ല എന്നുള്ള ഉറപ്പാണ് എന്നുള്ള സ്റ്റിക്കർ സുരേഷ് ഗോപിയുടെ താമര ചിഹ്നത്തിൽ പൊട്ടിച്ചിരുന്നു ഓട്ടോറിക്ഷയുടെ പിന്നിൽ. അത് ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ട് തിരുവനന്തപുരം പോയിട്ട് വരുമ്പോഴേക്കും ഇതുപോലെ ബ്ലേഡോ അത് എക്സോ ബ്ലേഡോ എന്നറിയില്ല, അതുപോലുള്ള ആക്രമമായുള്ള ഒരു ബ്ലേഡ് കൊണ്ട് അതായത് കീറി പൊളിച്ച്. നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികൾ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. അത് തൃശൂർ നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന കുറച്ച് ചേട്ടന്മാരാണ്. ചതിക്കില്ല ഉറപ്പാണ് എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ ചിത്രം വെച്ച, താമരയുടെ ഒരു ചിത്രം വെച്ച ഒരു പോസ്റ്റർ ഇവരുടെ ഏകദേശം 700ഓളം ഓട്ടോറിക്ഷയിൽ പുറകിൽ ഒട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനമാണ് ഇവർ ആദ്യഘട്ടത്തിൽ നടത്തിയത്. ഇത് BJP നേതൃത്വത്തിന്റെ അറിവോട് കൂടി പോലുമല്ല. ആദ്യത്തെ ഘട്ടം തന്നെ ഞങ്ങൾക്ക് സുരേഷ് ഗോപിയെ ഇവിടെ സ്ഥാനാർത്ഥിയായി വേണം എന്നുള്ള ഒരു പ്രഖ്യാപനം ഇവരുടെ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടായതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു ഇതുപോലെ ഒരു പ്രചരണ പ്രവർത്തനത്തിലേക്ക് ഇവരെ നയിക്കാനുണ്ടായ കാരണം. ഇതിന് നേതൃത്വം കൊടുത്ത ജനു എന്ന് പറയുന്ന ചേട്ടനോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്തേ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ്? അതോടൊപ്പം ഇങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാം കൊള്ളയും കള്ളത്തരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അത് നമുക്കറിയാം. പിന്നെ ഒരു പ്രാവശ്യം സുരേഷ് ഗോപിനെ ഇവിടെ തോൽപ്പിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം തോൽപ്പിച്ചു, മൂന്നാമതായിട്ട് ഈ മത്സരത്തിൽ അതാണ് ഞങ്ങൾ നടന്ന് പ്രവർത്തിക്കാനുള്ള കാരണം. ഇപ്പം ഈ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിയായിട്ട് വരികയാണ്, എത്രത്തോളം പ്രതീക്ഷകളുണ്ട്? കേന്ദ്രമന്ത്രിയായിട്ട് സുരേഷ് ഗോപി ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കണക്കാക്കുന്നത് അത് ശക്തന്റെ ഒരു പുനർജന്മമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ പലതും കെട്ടിപ്പൊക്കാനുണ്ട്, പലതും തച്ചുടയ്ക്കാനുണ്ട്. അതിനൊരു നല്ലൊരു നേതാവായിട്ടാണ് ആരാധനായ സുരേഷ് ഗോപി ഇവിടെ ഈ കേന്ദ്രമന്ത്രിയായിട്ട് വരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളിങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിച്ച സമയത്ത് ജനങ്ങളുടെ ഭാഗത്തുള്ള പ്രതികരണങ്ങൾ എന്തായിരുന്നു? ജനങ്ങൾ നല്ല പ്രതികരണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ പേരിൽ ആളുകൾ കയറുമ്പോൾ പല ആൾക്കാരും നല്ല സുരേഷ് ഗോപിന് വേണ്ടി നല്ല അഭിപ്രായം പറയുകയും അവർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാമെന്നും പല ആളുകളും പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളൊക്കെ ഗ്രൗണ്ട് തലത്തിൽ പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്ന ആളുകളാണോ? ഗ്രൗണ്ട് വെച്ചാൽ മനസ്സിലായില്ല. ബൂത്ത് തലത്തിൽ ബൂത്ത് തലത്തിൽ നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്യുന്നത് തന്നെയാണ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. ചേട്ടാ നമസ്കാരം. ഇതിനു മുന്നേ ഇതുപോലെ ചേട്ടൻ്റെ ഓട്ടോറിക്ഷയുടെ പുറകിൽ ചിത്രം ഒട്ടിച്ചതിന്റെ പേരിൽ അതിന് ഈ ഓട്ടോറിക്ഷയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ ആ ഒരു ആക്രമണമൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ എന്തായിരുന്നു? അതായത് ഇവിടെ വന്നിട്ട് ഈ ഓട്ടോറിക്ഷ ചതിക്കില്ല എന്നുള്ള ഉറപ്പാണ് എന്നുള്ള സ്റ്റിക്കർ സുരേഷ് ഗോപിയുടെ താമര ചിഹ്നത്തിൽ പൊട്ടിച്ചിരുന്നു ഓട്ടോറിക്ഷയുടെ പിന്നിൽ. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് തൃശ്ശൂരിൽ താമസിക്കുന്നു. അതെ താമസം അവിടെയായിരുന്നു, ജനനം ഇവിടെയായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചതിക്കില്ല എന്ന ഉറപ്പാണ് എന്നുള്ള സ്റ്റിക്കർ സുരേഷ് ഗോപിയുടെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു സ്റ്റിക്കറും മാത്രമല്ല ഈ ഓട്ടോറിക്ഷ വണ്ടിയുടെ ബാക്കിൽ ഒട്ടിച്ചിരുന്നത്. അത് ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ട് തിരുവനന്തപുരം പോയിട്ട് വരുമ്പോഴേക്കും ഇതുപോലെ ബ്ലേഡോ അത് എക്സോ ബ്ലേഡോ എന്നറിയില്ല, അതുപോലുള്ള ആക്രമമായുള്ള ഒരു ബ്ലേഡ് കൊണ്ട് അതായത് കീറി പൊളിച്ച് അത് അക്രമമായിട്ടുള്ള ഒരു ദുഷ്ടമനസ്സുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. പോലീസ് കേസ് കൊടുത്തിരുന്നു. എന്തെങ്കിലും നടപടി ഉണ്ടോ? അന്വേഷണം ഉണ്ടായിരുന്നോ? ചേട്ടനെ വിളിപ്പിക്കുകയോ വിശദീകരിച്ച് കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്തിരുന്നു? അത് ഈ ഇലക്ഷൻ വർക്കായ കാരണം കുറച്ച് നേരം നീക്കി വെച്ചു, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി ഒന്നും ഉണ്ടായില്ല. സുരേഷ് ഗോപി ജയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലുള്ള കുറെ സാഹചര്യങ്ങൾ കൊണ്ട് കൂടുതൽ നമുക്ക് പ്രവർത്തനം ചെയ്യാൻ പറ്റിയില്ല. ചേട്ടാ നമസ്കാരം. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ പ്രവർത്തനങ്ങളൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് സുരേഷ് ഗോപി സാറ് ജയിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. എന്താണ് ഇനി അടുത്ത പ്രതീക്ഷകളൊക്കെ? എന്താണ് അടുത്ത പ്രതീക്ഷകൾ? ഇവിടെ കേരളത്തിലുള്ള സകല സഹകരണ ബാങ്കുകളിലും അടിച്ചു മാറ്റിയ കാശ് അതിനൊരു തീരുമാനം ഉണ്ടാകണം. അതേപോലെ തന്നെ ഈ സഹകരണ ബാങ്കുകൾ മാറ്റി ഇപ്പോൾ കേരള ബാങ്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ഈ സഹകരണ ബാങ്കിൽ പൈസ ഇടാൻ ആൾക്കാർക്ക് വിസമ്മതം ഉള്ളത് കൊണ്ടത് കേരള ബാങ്ക് ആക്കിയ. അങ്ങനെ ഈ നടക്കുന്ന തട്ടിപ്പുകളെ കേരളത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇനി ഞങ്ങൾ
അടിസ്ഥാനപരമായിട്ട് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ഇപ്പോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുന്നേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിലൊക്കെ BJP ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം എന്താണ്? കാരണം ഇവിടെ ഇപ്പോൾ CPI ആണെങ്കിലും CPM ആണെങ്കിലും ഇവിടെ അടിച്ചു മാറ്റിയിരിക്കുന്ന കാശുകൾ കോടിക്കണക്കിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കാശ് ഇറക്കി അവർ കളിക്കും, അത് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങളിവിടെ നിന്ന് നിലത്ത് നിന്ന് കളിക്കുന്ന 5 പൈസ ഇല്ലാതെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ കളിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു നേട്ടമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ലും BJP ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണോ? തീർച്ചയായിട്ടും. ഇതിലൊക്കെ MLA-മാരെ സൃഷ്ടിക്കാൻ സാധിക്കുമോ BJPക്ക്? ഞങ്ങൾക്കൊരു 5 MLA-മാരെങ്കിലും ശ്രദ്ധിക്കാൻ സാധിക്കും. 5 തീർച്ചയായിട്ടും. ഇതില് BJP ഒരു പ്രതീക്ഷ വെക്കാത്ത മണ്ഡലമായിട്ട് ഗുരുവായൂർ മാറിയിട്ടുണ്ടോ? ഇല്ല, മാറിയിട്ടില്ല. ഗുരുവായൂർ ഞങ്ങൾ ഒരു 4ാം സ്ഥാനം കാണുന്നുണ്ട്. ഗുരുവായൂർ ഒരു 4ാമത്തെ മന്ത്രിസ്ഥാനം കാണുന്നുണ്ട്. ഇപ്പോ ഈ നമ്മുടെ കേരളത്തിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്ന വലിയൊരു മുന്നേറ്റം ഉണ്ടല്ലോ, അത് തുടർന്നുള്ള സമയങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടോ നിങ്ങളെപ്പോലുള്ള സാധാരണ പ്രവർത്തകർക്ക്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെയുള്ള പ്രതീക്ഷയുണ്ട്. കാരണം എന്താണെന്നറിയോ, വാര്യംകുന്നൻ്റെ കാലം, അതായത് ടിപ്പുവിൻ്റെ കാലം തൊട്ടുള്ള ഈ പ്രീണനം ജനങ്ങൾ, പിന്നെ ഈഴവരാതി പിന്നോക്ക സമുദായ ഈഴവർ ജനങ്ങൾ സഹിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇത് ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടും കാലങ്ങളായി. പക്ഷേ അവർക്കൊരു അവസരം കിട്ടിയില്ല. ഇനി അവസരം ഒത്തു വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ മുന്നേറും. തൃശ്ശൂർ നഗരത്തിൽ ഇതുപോലെയൊരു പ്രചരണമായിട്ട് ഇറങ്ങിയ സമയത്ത് സാധാരണ ജനങ്ങൾ ഇത് BJP പ്രവർത്തകർ കാണിക്കുന്ന ഒരു ഷോ ആയിട്ട് അങ്ങനെയായിട്ട് കണക്കാക്കിയിരുന്നു. അങ്ങനെയായിട്ട് കണക്കാക്കിയിട്ടില്ല. ഉറപ്പാണ്. അതെ. കാരണം എന്താ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ എല്ലാ പാർട്ടിക്കാരെയും എല്ലാ പാർട്ടിയിലുള്ള ആളുകളെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ച് ജനങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒട്ടിച്ച് അങ്ങനെ ചെയ്തത്. ഇപ്പം ഈ സുരേഷ് ഗോപിയെ ചെമ്പ് ഗോപി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നു കുറെ ആളുകൾ. എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അല്ല, ഈ പ്രതിപക്ഷത്ത് നിൽക്കണ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ആരോപണങ്ങൾ സൃഷ്ടിക്കലാണല്ലോ അവരുടെ പരിപാടി. ഇപ്പോൾ ആരോപണങ്ങൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജില്ലാ ഇവരുടെ DCC ഓഫീസിൽ കരാട്ട പ്രാക്ടീസ് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടത്. അങ്ങനെ നമുക്ക് പറയാലോ, അവിടെ തല്ലും വഴക്കും നടക്കണത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പറയാം. തൃശ്ശൂരിന്റെ സുനിലേട്ടനോട് എന്താണ് ഈ ഒരു സമയത്ത് ആള് വിഷമിച്ചിരിക്കായിരിക്കുമോ? എന്താണ് ആളൊരു വിഷമം മാറാൻ പറയേണ്ടത്? അത് എനിക്ക് പറയാനുള്ളത്, തന്നാലാവുന്നത് അത് അടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് വലിയൊരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്കുള്ള ഇതിലേക്ക് നിൽക്കാനുള്ള ഒരു വാശമൊന്നും സുനിൽ കുമാറിനായിട്ടില്ല. കേരളത്തില് മന്ത്രിയാവാം, കേരളത്തിൽ അവർ ഭരിക്കുന്നത് കൊണ്ട് മന്ത്രിയാവാൻ പറ്റും. കേരളത്തിൽ മന്ത്രിയായിട്ട് ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആള് കുറെ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ വർഷകാലത്ത് പോയി കുത്തി കലക്കി കുറച്ച് കൃഷി ഇറക്കിണ്ട്. അത് വേനൽ വന്നപ്പോൾ അതൊക്കെ ഉണങ്ങിപ്പോയിണ്ട്. അതൊക്കെയാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടേക്കണത്. അത് ഫോട്ടോ എടുക്കലും ആള് വിത്തെറിയിലും അങ്ങനെയൊക്കെ ഒരു ഷോ വർക്ക് പോലെ കാണിച്ചിട്ടുണ്ട്. കണ്ണാറയില് 34 കോടി രൂപയാണ് നശിപ്പിച്ചേക്കണത്. ഈ നേന്ത്രവാഴയുടെയും അതുപോലെ തന്നെ തേൻ ഉണ്ടാക്കണ ഒരു ഏർപ്പാടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അതില് സാമൂഹ്യ വിരുദ്ധരാണ് അതിൽ താമസിച്ചു ചീട്ടുകളിയും മറ്റുള്ള ഏർപ്പാടുകളാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ആള്, എനിക്ക് പറയാനുള്ളത്. അപ്പോ ജനങ്ങൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുത്തത് തൃശ്ശൂരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് അല്ലെ? ശരിക്കും സുരേഷ് ഗോപിനെ വേണ്ട മാതിരി തൃശ്ശൂരിന്റെ വികസനം നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് കഴിയും ആള് ചെയ്യും. അതിനനുസരിച്ച് കേന്ദ്രമന്ത്രിയായിട്ട് ആള് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയുള്ള ഒരാൾ തന്നെയാണ് സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയായിട്ട് വലിയൊരു വിജയമായിരിക്കും തന്നെ പ്രതീക്ഷിക്കും. ഈ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇവിടെ നടക്കും, പല കാര്യങ്ങളും ഇവിടെ നടക്കും. MG റോഡ് വികസനം പറഞ്ഞിട്ട് ആള് അത് ശരിയാവും. MG റോഡ് ഇപ്പൊ ഈ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും കൂടിയിട്ട് അത് സർവേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിൽ വ്യാപാരി വ്യവസായ ഏരിയ ഇവരൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരത് ഇട്ടേക്കാണ്. പടിഞ്ഞാറ് കോട്ട തൊട്ട് നടുവിലാല് വരെ 2 വരി പാതയായിട്ട് അത് അയ്യന്തോളിന്ന് നടുവിലാല് വരെ ചെയ്യാനുള്ള എല്ലാ സ്ഥലം എടുക്കലും കഴിഞ്ഞിട്ടുള്ളതാണ്. അത് സുരേഷ് ഗോപിയായിട്ട് അത് ചെയ്യും, ഉറപ്പാ. തൃശ്ശൂരിലെ എല്ലാ ജനങ്ങൾക്കും രാഷ്ട്രീയ ജാതി ഭേദമന്യേ മതഭേദമന്യേ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും തന്നെ പ്രതീക്ഷയുള്ള ഒരാളാണ് ആള്. ജാതി മതം നോക്കാറില്ല. എല്ലാ പാവപ്പെട്ട ആളുകളുടെയും കണ്ണീരൊപ്പാൻ പറ്റിയൊരു നേതാവാണ്. തൃശ്ശൂരിലെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട്
പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് തൃശ്ശൂരിൽ പ്രവർത്തനം ആരംഭിച്ച കുറച്ച് ചേട്ടന്മാരാണ് ഇവര്. അപ്പോൾ എന്താണെങ്കിലും ഇവരെല്ലാവരും പറയുന്നത് രാഷ്ട്രീയ ജാതി മതഭേദമന്യേ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും, എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുരേഷ് ഗോപി എന്ന് പറയുന്ന MP യെ കൊണ്ട്, കേന്ദ്രമന്ത്രിയെ കൊണ്ട് വലിയ തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയിലേക്കുള്ള പ്രതികരണങ്ങളാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് തന്നെ ഇതെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. തൃശ്ശൂരിൽ നിന്നും ദിബിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.